നമ്മളെ കോഴിക്കോടിൽ ഇത്രയും വലിയ സംഭവം നടക്കുമ്പോൾ ഹൂ വുഡന്റ് ബി ഡൗൺ ഫോർ ഇറ്റ്. കോഴിക്കോട് ബീച്ചിലെ അതിരടി ഫിലിമിന്റെ പ്രമോ കോൺസേർട്ട് കൈൻഡ് സിറ്റുവേഷൻ ഹാപ്പനിങ്. ബീച്ചിക്ക് നല്ല ബ്ലോക്ക് ആയതുകൊണ്ട് ഓട്ടോ പോലും കിട്ടാണ്ട് നടന്ന ഞങ്ങൾ പോയത്. പിന്നെ അതിന്റെ ഒരു ക്ഷീണം മാറ്റാൻ വേണ്ടി ഭാസ്കരേട്ടന്റെ മിൽക്ക് സർവത്തും കുടിച്ച് എഗെയിൻ നടത്താം. കുറച്ച് നേരത്തെ വന്നാൽ മതിയെന്ന് തോന്നി. അല്ല പിന്നെ ഇതുപോലെ കണ്ടോന്ന് ചോദിച്ചാൽ കണ്ട്, കണ്ടില്ലേന്ന് ചോദിച്ചാൽ കണ്ട്, അങ്ങനെ ഒരു അവസ്ഥ. കറക്റ്റാ. അങ്ങനെ ഞങ്ങൾ കാണാൻ വന്ന ആള് വന്ന് ടൊവിനോ. എനിക്ക് ഉറപ്പായിരുന്നു നല്ല ക്രൗഡ് ഉണ്ടാവും. കാലിക്കറ്റ് ആണ്. ആൻഡ് ഷീ ഈസ് ഹിയർ, ജലൂലു. ഇത് അദീനന്റെ പുതിയൊരു ഐറ്റാണ്. ഹൈറ്റ് ഇല്ലാത്തവർ ഡെഫിനറ്റ്ലി ട്രൈ. ഒരു 1.5 ഇഞ്ച് കൂടി ഉണ്ടാവും. എന്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വെറൈറ്റി ഫയർ വർക്ക്സ് കാണുന്നത്. ഹലോ, ഈ പൂർണ്ണചന്ദ്രന്റെ എന്തുണ്ടാവുന്ന? ഇതന്നെ ഒരു പൂർണ്ണചന്ദ്രനാണ്. പിശാചുക്കളുണ്ടാവും. ആരെ പോലത്തെ? പിന്നേതാ വലിയ പിശാച്. ഈ കുറെ സിംഗേഴ്സ് വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് അറിവിന്റെ കോൺസേർട്ട് ഇഷ്ടപ്പെട്ടെ. അതിന്റെ ഇടയിൽ അദീന ഫ്ലെക്സിങ് ഹെർ ബൈസെപ്സ്. പിന്നെ ഈ വിശപ്പിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തിയോണ്ട് നമ്മൾ ആടുന്ന് വേഗം ഇറങ്ങി. ഈ വരുന്ന വഴിക്ക് പുതിയ സംരംഭം പറഞ്ഞ് വാങ്ങിച്ചതാണ്. ഈ വർത്തായില് ഡിഫറെന്റ് വെറൈറ്റീസ്. ഈ ലവ് അറ്റ് ഫസ്റ്റ് ബൈറ്റിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ആടുന്ന് സ്ട്രേറ്റ് ചിക്കിങ്ങിലേക്ക് പോയി. ബെസ്റ്റ് ഫ്രൈഡ് ചിക്കൻ. പുറത്ത് വരൂല. അവനത് പുറത്തെടുക്കുമോ ഇല്ലയോ? അനു അടിക്കുമോ? അനു കിട്ടുമോ? കാത്തിരുന്ന് കാണുക. അങ്ങനെ ഫുഡ് എത്തി. ഫസ്റ്റ് സ്നാപ്പ് ആണല്ലോ മെയിൻ. പിന്നെ ഇതെന്താ ഇങ്ങനെന്ന് ചോദിച്ചാല് ഈ ഉത്തരം കിട്ടാത്ത പല തത്വങ്ങളിൽ ഒന്നാണിത്. പിന്നെ ഓനാണെങ്കിൽ 100 രൂപ കൊടുത്ത് 500 രൂപന്റെ എക്സ്പ്രഷൻ ഇടും. ഇതിപ്പോ ലാഭമായല്ലോ. ഒറ്റ മിനിറ്റ് ഇത് നോക്കിക്കേ. നമുക്കാണ് എന്തോ വലിയ സംഭവം കണ്ടുപിടിച്ച പോലെ. അദീന കഴിഞ്ഞു, അനശ്വര കഴിഞ്ഞു. അവസാനം എല്ലാം കഴിഞ്ഞു പുരയിലേക്ക്. പിറ്റേന്ന് രാവിലെ ഞാനത് ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ അവര് ട്രയല് തന്നതിന്റെ അത്ര മസാല ഇതില്ലായിരുന്നു. ബട്ട് ചെറിയ സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ടായിരുന്നു. സോ അപ്പൊ അത്രേ ഉള്ളൂ. ബൈ ഗൈസ്.